ആഫ്റ്റർനൂൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ? ഓഡിറ്റിംഗ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു കമ്പനിക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും, ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. There are a number of advantages obtained from auditing of sole trader, partnership, joint stock companies and non-commercial organizations. ഇപ്പോൾ നോൺ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസോ പാർട്ട്ണർഷിപ്പോ സോൾ ട്രേഡേഴ്സോ ഏത് കമ്പനി ആയിക്കോട്ടെ, ഓഡിറ്റിംഗ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർക്ക് നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസിനെ പ്രധാനമായിട്ടും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 രീതിയിലാണ്, അല്ലെങ്കിൽ 3 മേഖലകളിലേക്കായിട്ടാണ്, 3 കാറ്റഗറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്വാൻറ്റേജസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറിയാണ് ഫോർ ദി ബിസിനസ്, സെക്കൻഡ് കാറ്റഗറിയാണ് ഫോർ ദി ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്, തേർഡ് കാറ്റഗറിയാണ് ഫോർ ദി സൊസൈറ്റി. അപ്പോൾ ഈ 3 മേഖലകൾക്കാണ് പ്രധാനമായിട്ടും ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ടു ദി ബിസിനസ്. ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു ബിസിനസ് എൻ്റർപ്രൈസസിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്, ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് ദ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഇൻ അക്കൗണ്ട്സ്. ഒരു അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ അക്കൗണ്ട്സിലുള്ള എറേഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ ഫ്രോഡൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് പുട്ട്സ് എ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് ആൻഡ് ഡിഫാൽക്കേഷൻസ് ആർ അവോയ്ഡഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിൻ്റെ ഒക്കെ ഒരു മോറൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുമൂലം അവരുടെ അടുത്തു നിന്ന് വരുന്ന ഡിഫാൽക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിമതികളൊക്കെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് അഡ്വാൻറ്റേജ് ആണ് ദ ഓഡിറ്റ് എൻഷുർ ദ അക്യുറസി ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് ആർ മെയ്ഡ് അപ് ടു ഡേറ്റ്. ഓഡിറ്റ് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യുന്നുണ്ട്, ആ അക്യുറസി എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെക്കോർഡുകൾ എപ്പോഴും എന്തായിരിക്കും, അപ് ടു ഡേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് എൻഷുർ ദി ഓതൻറ്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓതൻറ്റിസിറ്റിയും റിലയബിലിറ്റിയും ഒരു ഓഡിറ്റിംഗ് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. അതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ക്യാൻ ബി ഈസിലി ഒബ്റ്റെയിൻഡ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റ് ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ബാങ്കിൽ നിന്നോ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോണും ക്രെഡിറ്റും ഒക്കെ ഈസിലി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇഫ് എൻ ഓഡിറ്റർ audits a client's accounts regularly, he can have a close touch within the business and its accounts. Thus, the auditor can suggest means for better internal check and accounting. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഓഡിറ്റർ എന്ത് ചെയ്യുകയാണ്, ഒരു ക്ലയൻറ്റിൻ്റെ റെക്കോർഡ്സ് റെഗുലർലി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഹി ഹാവ് എ ക്ലോസ് ടച്ച് വിത്ത് ദി ബിസിനസ് ആൻഡ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ റെഗുലർലി ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അയാളുടെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സും അതിൻ്റെ അക്കൗണ്ട്സിനെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ ഇൻറ്റേർണൽ ചെക്കിനും അക്കൗണ്ടിനൊക്കെ വേണ്ടിയിട്ട് ഇത് പിന്നീട് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റെഗുലർലി ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സോ ഫ്രോഡൊക്കെ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യുകയാണ്, ഇൻറ്റേർണൽ ചെക്കിനോ അക്കൗണ്ടിങ്ങിനോ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് ഈസിലി ടു കംപ്ലീറ്റ് ദി വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് എക്സെട്ര. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഓഡിറ്റിംഗ് മുഖേന വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇഫ് ദ അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ പ്രൊഫഷണൽ ആൻഡ് ക്വാളിഫൈഡ് ഓഡിറ്റർ ദ ബിസിനസ് ക്യാൻ എൻജോയ് റെപ്യൂട്ടേഷൻ ആൻഡ് ഗുഡ് വില്ല്. ഇവിടെ എന്താ പറയുന്നത്, ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ റെപ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്ററാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിന് ഹൈ റെപ്യൂട്ടേഷനും ഗുഡ് വില്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാദർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ്സിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് അഡ്വാൻറ്റേജസ് ടു ദി ഓണേഴ്സ് ഓഫ് ബിസിനസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും വ്യത്യാസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്താ ചെയ്യുന്നത്, ബിസിനസ്സിനെ വേറൊരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്നു, ബിസിനസ് എന്തുണ്ട്, ആ ബിസിനസ് ഓണേഴ്സിന് ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ +1 +2 ലെവലിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ബിസിനസ്സിന് വരുന്ന അഡ്വാൻറ്റേജും ബിസിനസ് ഓണേഴ്സിന് വരുന്ന അഡ്വാൻറ്റേജും 2 കാറ്റഗറി ആയിട്ട് വന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ് ടു ദി ഓണേഴ്സ് ഓഫ് ബിസിനസ്, എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് കിട്ടുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബിസിനസ് ഓൺഡ് ബൈ സോൾ ട്രേഡർ ആൻഡ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ക്യാൻ
റിലി ഓൺ ദി ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എന്താ പറയുന്നത്, ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നത് സോൾ ട്രേഡേഴ്സോ പാർട്ട്ണർഷിപ്പ് ഫേമോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ എന്ത് ചെയ്യുകയാണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത്, ഇൻ ദ കേസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് who have no hands in the actual running business, the auditing ensure them the proper maintenance of accounts and prevent directors from taking any undue advantages of their position. ഇവിടെ എന്താ പറയുന്നത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെ പറയുന്നത് ഇതിനെക്കുറിച്ചിട്ട് എന്ന് വെച്ചാൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ആക്ച്വൽ റണ്ണിങ്ങും അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡയറക്ടേഴ്സിന് എന്തെങ്കിലും അൺഡ്യൂ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും അഴിമതി മുഖേന ക്യാഷ് വലിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഇതും ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ ദി കേസ് ഓഫ് കോർപ്പറേറ്റ് സൊസൈറ്റി. ഇനി കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ കേസിലാണ് the audit ensure the members that affairs of society or trust are conducted properly and their interests are looked for after properly. കോർപ്പറേറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഓഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ സൊസൈറ്റിയുടെയും ട്രസ്റ്റിൻ്റെയും കീഴിൽ നടക്കുന്ന എല്ലാ അഫയേഴ്സും കണ്ടക്ട് ചെയ്തിരിക്കുന്നത് പ്രോപ്പർലി മാനറിലാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ദ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് provides a mutually satisfactory basis for settlement of dispute between partners. അപ്പോൾ ഒരു ഓഡിറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ദി വാല്യുവേഷൻ ഓഫ് അസറ്റ് ഇൻ അഡ്മിഷൻ, എന്ന് വെച്ചാൽ അസറ്റിൻ്റെ വാല്യുവേഷൻ, അതുപോലെ റിട്ടയർമെൻറ്റ് സമയത്ത് പാർട്ട്ണറുടെ ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റേഴ്സ് ഇടപെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ആസ് ആൻ ഓഡിറ്റേഴ്സ് അഡ്വൈസ് ക്യാൻ sought by the management to improve the functioning of business, particularly to introduce and strengthen the internal control, thereby avoid fraud and errors, eliminate wastage and losses. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, മാനേജ്മെൻറ്റിൻ്റെ അവരുടെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്വൈസുകളൊക്കെ കൊടുക്കും. ഈ അഡ്വൈസിനനുസരിച്ച് ഇൻറ്റേർണൽ ചെക്കും കൺട്രോളൊക്കെ കാര്യമായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫ്രോഡും എറേഴ്സൊക്കെ എലിമിനേറ്റ് ചെയ്യാനും വേസ്റ്റേജും ലോസൊക്കെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ടു ദി ഓണേഴ്സ് ഓഫ് ബിസിനസ് ഓണേഴ്സിന് വരുന്ന അഡ്വാൻറ്റേജിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ടു ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഒരു ഓഡിറ്റിംഗ് മുഖേന പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടൊരു 6 പോയിൻ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഈസ് മോർ റിലയബിൾ ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക്സ് ഫോർ സാങ്ഷനിങ് ക്രെഡിറ്റ് ആൻഡ് അതർ അഡ്വാൻസസ്. അപ്പോൾ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് മുഖേന നമ്മൾ എന്ത് ചെയ്യുകയാണ്, മോർ റിലയബിൾ ആണ്. അപ്പോൾ അത് ക്രെഡിറ്റേഴ്സും ബാങ്കേഴ്സിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോൺസ് എന്ത് ചെയ്യും, സാങ്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ദ ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് അതോറിറ്റീസ് കൺസിഡർ ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഇസ് റിലയബിൾ. അപ്പോൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ആണെങ്കിൽ അത് റിലയബിൾ ആയിരിക്കും എന്നാണ് ഇൻകം ടാക്സും അതുപോലെ സെയിൽസ് ടാക്സ് അതോറിറ്റീസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ വർക്കേഴ്സ് റിഗാർഡിംഗ് ഡിമാൻഡ് and for more wages, bonus, audited accounts are considered a valuable and reliable document. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ വരാൻ സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ വർക്കേഴ്സ് ഡിമാൻഡിൻ്റെ തമ്മിലോ അല്ലെങ്കിൽ വേജിൻ്റെയോ ബോണസിൻ്റെ എന്തെങ്കിലും ബേസിസിൽ ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് എന്ത് ചെയ്യാറുണ്ട്, ഇതിൻ്റെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കാറുണ്ട്. എന്നുവെച്ചാൽ അത് ഒരിക്കലും എന്ത് ചെയ്തതാണ്, ഓഡിറ്റ് ചെയ്തതാണ്, അപ്പോൾ അത് കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തർക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു തെളിവായിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഫോർ ഡിറ്റർമൈനിങ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം പ്രീവിയസ് ഇയേഴ്സ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ യൂസ്ഫുൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ ഇൻഷുറൻസിൻ്റെ ക്ലെയിമിൻ്റെയൊക്കെ കേസിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലെയിം ഒക്കെ കൊടുക്കുന്നത്. ഇത് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. നെക്സ്റ്റ് ആണ് ദ പർച്ചേസ് ഓഫ് ബിസിനസ് ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ്. അപ്പോൾ ബിസിനസ്സിൻ്റെ പർച്ചേസർക്ക് അവരുടെ പർച്ചേസ് കൺസിഡറേഷൻ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റഡ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ക്രിയേറ്റ് എ കോൺഫിഡൻസ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പർലി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഓഡിറ്റൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടുത്തെ അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാൻ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യുകയാണ്, ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്,
ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഫോർ ദി ബിസിനസ്സിന് എങ്ങനെയൊക്കെയാണ് അഡ്വാൻറ്റേജസ്, നെക്സ്റ്റ് ബിസിനസ് ഓണേഴ്സിന് എങ്ങനെയൊക്കെയാണ് അഡ്വാൻറ്റേജ്, നെക്സ്റ്റ് സൊസൈറ്റിക്ക് എങ്ങനെയൊക്കെയാണ് ഓഡിറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് ഗുണമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും കൂടെ ഓഡിറ്റിങ്ങിൻ്റെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വരുന്നതാണ് ദ മെയിൻ വർക്ക് ഓഫ് ഓഡിറ്റ് ഈസ് ചെക്കിംഗ്, വെരിഫൈങ്, വൗച്ചിങ് എക്സെട്ര. ദ ഡിറ്റക്ടിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഈസ് റൊട്ടീൻ നാച്ചർ. ദ ഓഡിറ്റർ കനോട്ട് ഷോ സൈൻസ് അബൌട്ട് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആൻഡ് ഫിനാൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഓഡിറ്റിംഗ് എന്താ ചെയ്യും? ഒരു ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക, വൗച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വരുന്ന എറേഴ്സും ഫ്രോഡൊക്കെ റൊട്ടീൻ നാച്ചുറൽ ഡിറ്റക്ട് ചെയ്യാം. പക്ഷേ ഓഡിറ്റിംഗ് എന്ത് ചെയ്യുന്നില്ല, അവിടെ മാനേജ്മെൻറ്റ് ഇൻസഫിഷ്യൻസിയോ അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സോ ഫിനാൻസോ ഇതിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ അത് ഓഡിറ്റിംഗ് എന്ത് ചെയ്യുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. ഇത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ദ ഓഡിറ്റർ മെയിൻലി ഫെയിൽ ടു ഡിറ്റക്ട് ഫ്രോഡ് ഇൻ ദി അക്കൗണ്ട്സ് പ്രസൻറ്റഡ് ബിഫോർ ഹിം. ദേ ആർ ഓൾറെഡി മാനിപ്പുലേറ്റഡ് ബൈ പീപ്പിൾ ഹിം ആൻഡ് അഫയേഴ്സ് ഓഫ് ഫേം ക്ലവർ മാനർ. എന്ത് ചെയ്യാണ് ഒരു ഓഡിറ്റേഴ്സ് ചില ഫ്രോഡുകൾ ഡിറ്റക്ട് ചെയ്യാൻ ഫെയിൽ ആവുക ചെയ്യുന്നത് വളരെ ക്ലവർ മാനറിലാണ് എന്ത് ചെയ്യുന്നത് പീപ്പിൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും എല്ലാ കാര്യങ്ങളും വളരെ ക്ലവർ മാനറിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓഡിറ്റേഴ്സിന് ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ മാനിപ്പുലേഷൻസ് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ദ വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഗുഡ്സ് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് നോട്ട് പോസിബിൾ ടു ഫിക്സ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഗുഡ്സും അതുപോലെ തന്നെ ഗുഡ്സ് ഇൻ പ്രോഗ്രസ്സും ഫിനിഷ്ഡ് ഗുഡ്സും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് വാല്യുവേഷൻ ചെയ്യുന്നില്ല. ദ വാല്യുവേഷൻ ഈസ് പ്രാക്ടിക്കലി ഗസ് വർക്ക്. ഇവിടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗസ് വർക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സും കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റായിട്ട് വാല്യുവേഷൻ ഒന്നും ചെയ്യുന്നില്ല, അതൊരു ഗസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ വാല്യുവേഷൻ ഡൺ ബൈ ഒഫീഷ്യൽസ് ഓഫ് ദി ഫേം ഈസ് ആക്സെപ്റ്റഡ് ബൈ ദി ഓഡിറ്റർ. ദെർഫോർ ദി ജെന്യുവിനെസ് ഓഫ് ഓഡിറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ. അപ്പോൾ ഈ വാല്യുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓഫീസറിൻ്റെ വാല്യുവേഷൻസ് ഓഡിറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഗസ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ എങ്കിലും ഓഡിറ്റേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിറ്റേഴ്സിൻ്റെ ജെന്യുവിനെസ്, കൃത്യത അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധതയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വരും. കാരണം അവർ എന്ത് ചെയ്യുകയാണ്, ഈ ഗസ് ചെയ്തിട്ടുള്ള കാര്യം ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, due to lack of time, it is not possible to check all accounts and the auditor adopt a methods of test checking. സമയം കുറവാണെങ്കിൽ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ അക്കൗണ്ട്സും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരോട് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് മേ ബി ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻകറക്റ്റ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെക്കിങ് ജസ്റ്റ് ഒരു ചെക്ക് ചെയ്ത് പോവുക, വേഗം ചെക്ക് ചെയ്ത് പോവുകയാണ് പറയുന്നത്. അതുകൊണ്ട് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഈസ് സംടൈംസ് ഫോൾട്ടി. ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് മേ നോട്ട് എക്സിബിറ്റ് ദ കറക്റ്റ് പൊസിഷൻ. ചില സമയത്ത് ഓഡിറ്റേഴ്സ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ട്, അതെന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഫോൾട്ടി ആയിട്ട് തെറ്റായിട്ട് വരാറുണ്ട്. ഇത് നമ്മളുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സിൻ്റെ കറക്റ്റ് പൊസിഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, എക്സിബിറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇഫ് ദ ഓഡിറ്റ് ഈസ് നോട്ട് equipped with has not mastered in modern changes in accounting procedures, audit becomes complicated affairs. ഓഡിറ്റേഴ്സിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ടിങ് ചേഞ്ചസും അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും ഒക്കെ മാറ്റി മോഡേൺ ചേഞ്ചസ് ഒക്കെ വന്നു, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സിന് അത് പിന്നീട് കണ്ടുപിടിക്കാൻ എന്താവാറുണ്ട്, ബുദ്ധിമുട്ട് ആവാറുണ്ട്. നെക്സ്റ്റ് ആണ് ഓഡിറ്റിംഗ് ഈസ് യൂഷ്വലി പെർഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഇറ്റ് ഹാസ് നോ യൂസ് ടു പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. നമുക്കറിയാം ഓഡിറ്റിംഗ് എപ്പോഴാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു വർഷത്തിൻ്റെ അവസാനമാണ്. അതുകൊണ്ട് പാസ്റ്റും പ്രസൻറ്റും ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി യൂസ്ഫുൾ ഫ്യൂച്ചർ. ഇത് ഫ്യൂച്ചറിലേക്ക് മാത്രമേ എന്താവുന്നുള്ളൂ, യൂസ്ഫുൾ ആവുന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇഫ് ദ ഓഡിറ്റ് ഈസ് നോട്ട് ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ദ പർപ്പസ് ഓഫ് ഓഡിറ്റ് വിൽ നെവർ ഫുൾഫിൽഡ്. ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കുന്നില്ല, അയാൾ ബോൾഡ് അല്ലെങ്കിൽ ആ ഓഡിറ്റിങ്ങിൻ്റെ പർപ്പസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് no doubt the watchdog concept of audit limits the scope of audit. ഓഡിറ്റിങ്ങിൻ്റെ വാച്ച്ഡോഗ് കൺസെപ്റ്റ് പ്രകാരം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരാറുണ്ട്. ഓഡിറ്റേഴ്സ് വാച്ച്ഡോഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് വെരിഫൈ ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ